ദൈവനാമത്തിലാണെങ്കിൽ പോലും അത്ഭുതം പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവമക്കളാകുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവഹിതപ്രകാരം കടന്നു വരാത്തവരിൽ ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്നും അവിടുത്തെ വിശുദ്ധിയിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കളയുവാൻ പിശാചും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവിക പദ്ധതികൾ മുന്നേറുമ്പോഴെല്ലാം ലോകത്തിൻ്റെ അധികാരങ്ങളും വ്യാജ ആത്മീയ ശക്തികളും അതിനെതിരെ തലപൊക്കാറുണ്ട്. ഫറവോൻ്റെ മുമ്പിൽ മോശയും അഹ്റോനും നിൽക്കുമ്പോൾ യഥാർത്ഥ പോരാട്ടം മനുഷ്യർ തമ്മിലല്ല, മറിച്ച് ജീവനുള്ള സത്യദൈവവും മനുഷ്യൻ സൃഷ്ടിച്ച വ്യാജ ദൈവങ്ങളും തമ്മിലാണെന്ന് വ്യക്തമാകും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്നാകുന്നു തിരുവചനം പറയുന്നത്. കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലുമാകുന്നു നാം ശക്തിപ്പെടേണ്ടത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം. ദൈവത്തെക്കുറിച്ച് പൊതുവേ ഉള്ള ധാരണ ദൈവം സ്നേഹമാകുന്നു, കരുണാസമ്പന്നനാകുന്നു, സദാ സഹായിക്കുന്നവൻ ഒക്കെയാകുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ ദൈവത്തോട് അപേക്ഷിച്ചിട്ടും അനേകർ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടും അനുകൂലമായ ഒരു മറുപടി ലഭിക്കാതെ വന്നാൽ ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ആധ്യാത്മിക കാര്യങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ പറയട്ടെ. പെട്ടെന്നൊരു ദിവസം ഈ വ്യക്തി ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടി നടക്കുന്നു, വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നു, ഉദാരമായി സംഭാവനകൾ കൊടുക്കുന്നു. ഇങ്ങനൊരു മാറ്റം അസ്വാഭാവികമായി തോന്നിയതിനാൽ ഞാൻ അതിൻ്റെ കാരണം അന്വേഷിപ്പിച്ചു. ആദ്യം ഒന്നും ആൾ കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും ഒടുവിൽ ഞാൻ കാര്യം മനസ്സിലാക്കി. അയാളുടെ മകളുടെ വിവാഹം തകർച്ചയിൽ എത്തി നിൽക്കുകയായിരുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടുവാൻ വളരെ പരിശ്രമിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഉപദേശിച്ചതാണ് ദൈവത്തെ വിളിക്കുക എന്നത്. നല്ല കാര്യമല്ലേ? ആളെ കുറ്റം പറയാൻ കഴിയില്ല, ആരാണേലും ചെയ്തു പോകും. എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ദൈവത്തോട് അടുക്കുവാൻ സഹായിച്ചു എന്നൊക്കെയുള്ള സാക്ഷ്യം കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ വ്യക്തി പള്ളിയിൽ പോക്ക് നിർത്തി, പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ നിർത്തി, പണ്ടത്തേതിൻ്റെ പിന്നത്തേതായി ജീവിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഇങ്ങനൊരു പിന്മാറ്റത്തിന് കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, ഈ പറഞ്ഞ വ്യക്തിയുടെ മകളുടെ വിവാഹമൊക്കെ തകർന്ന് അവൾ ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽപ്പുണ്ടെന്ന്. കഷ്ടമായില്ലേ? ഒരു കൂട്ടർ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി പിന്മാറിയതിന് കാരണക്കാരൻ ദൈവമാകുന്നു എന്നത്രേ. അയാളുടെ പ്രശ്നം അങ്ങ് പരിഹരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അയാൾ നല്ല മനുഷ്യനായി ദൈവത്തെ വിളിച്ച് ജീവിച്ചേനേയും. ദൈവത്തിനത് കഴിയുമായിരുന്നില്ലേ? ഇപ്പോൾ അയാളുടെ ഹൃദയം കഠിനപ്പെട്ടതിന് കാരണക്കാരൻ ദൈവം അല്ലാതാരാണ്? ന്യായമായ ചോദ്യം. ഇനിയും ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അനുഭവം കൂടി പറയാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതുപോലുള്ള വിഷയങ്ങളിൽ വില്ലൻ ആരാകുന്നു എന്ന്. ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 മക്കളുമായി വളരെ സന്തോഷമായി ജീവിച്ചു വന്നു. വളരെ നല്ലൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്ന കുടുംബം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ബൈബിൾ പഠനത്തിനുമെല്ലാം അവർ ഒരുപാട് മുൻകൈ എടുത്തിരുന്നു. ഭാര്യ ഡോക്ടറായിരുന്നതിനാൽ ആതുര സേവനത്തിന് അവർ സമയം ചെലവഴിച്ചു. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു,
അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആകുന്നു, പ്രാർത്ഥിക്കണമേ എന്ന്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ചില മാസങ്ങൾക്ക് ശേഷം ആ സഹോദരി മരിച്ചു. എന്തു പറഞ്ഞ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുമെന്ന് ഞങ്ങളെല്ലാവരും ചിന്തിച്ചു. എന്നാൽ എൻ്റെ സുഹൃത്തും അവരുടെ മക്കളും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് ആ ശവസംസ്കാര ദിവസം ഞാൻ കണ്ടത്. ഈ പ്രത്യേക അനുഭവത്തിൽ കൂടി കടന്നുപോയപ്പോൾ ദൈവകൃപയെ അധികം അനുഭവിപ്പാൻ അദ്ദേഹത്തിനും മക്കൾക്കും സാധിച്ചു എന്ന് അവർ സാക്ഷിച്ചു. രോഗിയായി കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ അനേകരോട് ദൈവസ്നേഹം പങ്കിട്ടു എന്നും എൻ്റെ സുഹൃത്ത് ഓർമ്മിച്ചു. എത്ര മനോഹരമില്ലേ? ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു സത്യം, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അനുവദിക്കുന്ന ഓരോ അനുഭവങ്ങളിലും കൂടി നമ്മുടെ ഉള്ളിലുള്ള നന്മയോ തിന്മയോ മാത്രമേ വെളിയിൽ വരൂ എന്നാണ്. അതിന് ദൈവത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി എന്ന് ബൈബിളിൽ പറയുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് ദൈവം ഫറവോൻ്റെ മുഖം മൂടി പറിച്ചു മാറ്റി എന്ന് മാത്രമാകുന്നു മനസ്സിലാക്കേണ്ടത്. സമ്മർദ്ദമുണ്ടായപ്പോൾ ഫറവോൻ്റെ യഥാർത്ഥ രൂപം വെളിയിൽ വന്നു, അതാണ് അർത്ഥം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ മോശ ഫറവോൻ്റെ മുൻപാകെ നിൽക്കുവാൻ പോകുന്നതാണ് നാം കാണുന്നത്. എന്നാൽ അഹരോനാണ് സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ മോശയ്ക്ക് വിക്കുണ്ടായിരുന്നോ അതോ സ്പഷ്ടമായി സംസാരിക്കുന്നതിന് മറ്റെന്തെങ്കിലും തടസ്സമായിരുന്നോ എന്ന് വ്യക്തമായി നമുക്കറിയില്ല, അത് പറഞ്ഞിട്ടുമില്ല. മോശയ്ക്ക് ഫറവോനോട് സംസാരിക്കുവാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം 40 വർഷക്കാലം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം താൻ സംസാരിക്കുവാൻ അപ്രാപ്തനാണെന്ന ഭയവും ധൈര്യക്കുറവും അവനുണ്ടായി കാണും. എന്നാൽ മോശയല്ല, താനാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ പോകുന്നത് എന്ന കാര്യം ദൈവം വ്യക്തമാക്കുന്നു. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും നമ്മുടെയൊക്കെ സഭയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇതുതന്നെയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതെന്ന പ്രയോഗം വൈരുദ്ധ്യമായി തോന്നാം, ക്ഷമിക്കുക. എന്നാൽ ഈ ഭാഗം പഠിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. കാരണം ഇവിടെ ജഡപ്രകാരമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ വികാരം, അതിനാണ് മുൻഗണന. ഇങ്ങനെ ലോകപ്രകാരം മാത്രം ചിന്തിക്കുന്നതിനാൽ ദൈവത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സംഘടനയോ മഹത്വമെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. നാം മഹത്വമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം വെളിപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ജഡത്തെ ഉപയോഗിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ജഡീക ചിന്തകളും മനുഷ്യാശ്രയവും നീക്കിക്കളയേണ്ടതാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവം പൗലോസ് അപ്പോസ്തലനിൽ കൂടി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും പൗലോസ് പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. മനുഷ്യനിൽ യാതൊരു നന്മയും ഇല്ല എന്ന കാര്യം വിശ്വസിക്കുവാൻ അനേകർക്കും പ്രയാസമാണ്. കാരണം അടിയന്തര ആവശ്യം വരുമ്പോൾ പലരും ജഡത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജഡമല്ല ആവശ്യമായിരിക്കുന്നത്. ജഡത്തെ ദൈവം മാറ്റി നിർത്തുന്നു. എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഇവിടെ അതല്ല വേണ്ടത്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ജഡീകമായ കാര്യങ്ങളല്ല വേണ്ടത്. താൻ പ്രാപ്തനല്ല എന്ന് മോശ പറയുമ്പോഴാണ് അഹരോൻ മോശയ്ക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ദൈവം പറയുന്നത്. 7-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിൻ്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. പ്രവാചകനെ സംബന്ധിച്ച് ലഭിക്കാവുന്ന നല്ലൊരു നിർവചനമാണ് ഇവിടെ നാം കാണുന്നത്. മോശ ഫറവോന് ദൈവമാകുവാൻ പോകുകയാണ്. അഹരോൻ മോശയ്ക്ക് വേണ്ടി സംസാരിക്കും. അഹരോൻ ഒരു പ്രവാചകനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യർക്ക് ദൂത് കൊടുക്കുവാനാണ് പ്രവാചകനെ നിയോഗിച്ചിരുന്നത്. അവൻ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവനാണ്. ഒരു പ്രവാചകൻ പുരോഹിതനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഒരു പ്രവാചകൻ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടിയവനല്ല, അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്.
അതായത് അവൻ ദൈവത്തിങ്കിൽ നിന്നും മനുഷ്യരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നാൽ ഒരു പുരോഹിതൻ ദൈവമുൻപാകെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഒരു പുരോഹിതൻ ദൈവത്തിനു വേണ്ടി സംസാരിക്കേണ്ടവനല്ല. അഹ്റോൻ ജനങ്ങളുടെ മുൻപാകെ മോശയെയാണ് പ്രതിനിധീകരിക്കേണ്ടത്. മോശയാകട്ടെ ഫറവോൻ്റെയും ജനത്തിൻ്റെയും മുൻപാകെ ദൈവത്തെ പ്രതിനിധീകരിക്കണം. 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിൻ്റെ സഹോദരനായ അഹ്റോൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും, മിസ്രൈം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയോ? ഫറവോൻ മനസ്സലിവുള്ള നല്ല ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അങ്ങനെ ഉത്തമനായ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനീതിയാകുമായിരുന്നു. എന്നാൽ അയാൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും മോശയുടെ വാക്ക് കേട്ട് ഇസ്രായേലിനെ വിട്ടയക്കുവാനും ഒരു തരത്തിലും താല്പര്യമുള്ള ആളായിരുന്നില്ല. കഠിനമാക്കുക എന്ന പദം കയറ് പിരിച്ച് മുറുക്കുന്നത് പോലെ പിരിക്കുക എന്നാണ് അർത്ഥം. അതായത് ദൈവം ഫറവോൻ്റെ ഹൃദയം പിരിച്ചു മുറുക്കി എന്നർത്ഥം. അതിലുള്ളത് പിഴിഞ്ഞെടുക്കുവാനാണ് ദൈവം ശ്രമിക്കുന്നത്. ഫറവോൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിക്കുവാൻ ദൈവം അവനെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഫറവോൻ ചില രാഷ്ട്രീയക്കാരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാകും. തങ്ങൾ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നവയല്ല അവർ പറയുന്നത്. അവർ ഒരു വിധത്തിൽ ചിന്തിക്കുകയും മറ്റൊരു വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് പറഞ്ഞയക്കുവാൻ ഒരു തരത്തിലും ഫറവോൻ ആഗ്രഹമില്ലായിരുന്നു. എന്നിരുന്നാലും താൻ ഔദാര്യമനസ്കനായ ഒരു ഭരണാധികാരിയാണെന്ന് കാണിക്കുവാനായിരുന്നു അവൻ്റെ താല്പര്യം. താൻ വളരെ നല്ലവനാണെന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്നായിരുന്നു അവൻ്റെ താല്പര്യം. ഇസ്രായേലിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അവൻ കഠിനനായ ഒരു മനുഷ്യനായിരുന്നു. ദൈവം ഫറവോനെക്കൊണ്ട് അവൻ വാസ്തവത്തിൽ വിചാരിച്ച കാര്യം എന്താണെന്ന് സമ്മതിപ്പിക്കുവാൻ പോവുകയാണ്. അതായത് ഫറവോൻ വിചാരിച്ച കാര്യം, തങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുവാനായി ചില ആളുകളെ കോടതി കയറ്റിയേ മതിയാവൂ, അല്ലെങ്കിൽ അവർ ഒരിക്കലും അത് ചെയ്യുകയില്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി എന്ന പരാമർശത്തെ നാം കാണേണ്ടത്. ഈ കാര്യത്തെ സാധൂകരിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട്. നിയമം പിടിമുറുക്കാത്തിടത്തോളം കാലം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. ന്യായമായ ആവശ്യം പോലും ഒരു കാരണവുമില്ലാതെ താമസിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികൾ സമൂഹത്തിൽ ധാരാളം ഇന്നുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഫറവോൻ. ഫറവോനെ ദൈവം തൻ്റെ കോടതിയിൽ കൊണ്ടുവന്ന ശേഷം പറയുകയാണ്, ഫറവോനെ, നിൻ്റെ ഹൃദയത്തിലുള്ള കാര്യം നീ വാസ്തവമായി ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഞാൻ അതിനുവേണ്ടി നിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ പോകുകയാണ്. നീ പറയുന്നതൊന്നും നീ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാകുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഈ കാര്യത്തിൽ ഫറവോൻ്റെ കൈ പിടിച്ച് തിരിക്കുവാൻ തന്നെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, സമ്മർദ്ദം ചെലുത്തുവാൻ. തൻ്റെ സന്നിധിയിൽ എന്നെങ്കിലും ഒരിക്കൽ വരുവാൻ പോകുന്ന ഓരോ വ്യക്തിയോടും ദൈവം ചെയ്യുവാൻ പോകുന്നതും ഇത് തന്നെയാണ്. അവിടെ അന്ന് നിങ്ങൾ വാസ്തവത്തിലായിരിക്കുന്നത് പോലെ കാണപ്പെടും. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ മറച്ചും ഒളിച്ചും പലരെയും കബളിപ്പിച്ചുമൊക്കെ ജീവിക്കുന്നുണ്ടാകും, ഭക്തി നടിക്കുന്നുണ്ടാകും, ആരും കാണാതെ രഹസ്യസ്ഥാനങ്ങളിൽ പലതും ചെയ്തു കൂട്ടിയെന്നിരിക്കും. എന്നാൽ അവയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും മറയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അവിടെ കപടതന്ത്രമൊന്നും നടക്കുകയില്ല. ഇവിടെ കാണിച്ചതൊക്കെ അവിടെ പിടിക്കപ്പെടും. നമ്മിൽ ചിലർക്ക് ഇത് ഭീതിജനകമായ കാര്യമായിരിക്കും, എന്നാൽ വാസ്തവം അതാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വെക്കുവാൻ സാധിക്കില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിക്കട്ടെ. 4-ാം വാക്യം മുതൽ കാണുന്നത്, ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. ഞാൻ മിസ്രൈമിന്മേൽ എൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രൈമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യർ അറിയും. മോശയും അഹ്റോനും
യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ അങ്ങനെ തന്നെ ചെയ്തു. അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് 80 വയസ്സും അഹരോൻ 83 വയസ്സും ആയിരുന്നു. അതായത് ഫറവോൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ആരാണെന്നും അന്ന് വെളിപ്പെട്ടു വരും. മിസ്രൈമ്യർ അത് അറിയുകയും ഇസ്രായേല്യർക്ക് അത് ഉറപ്പാക്കപ്പെടുകയും മോശയും അഹ്റോനും ന്യായീകരിക്കപ്പെടുകയും ചെയ്യും. 8ഉം 9ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ മോശയോടും അഹ്റോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹ്റോനോട് നിൻ്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുൻപാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. ഫറവോൻ മോശയോടും അഹ്റോനോടും അവരുടെ അധികാരപത്രം എവിടെയെന്ന് ചോദിക്കും. നിങ്ങൾ എൻ്റെ മുൻപാകെ വന്ന് ഈ അമിതമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങൾക്കതിനുള്ള അധികാരം എവിടെ നിന്നെന്ന് കാണിക്കുക. അഹ്റോൻ്റെ വടിയാണ് അതിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായി തീരുന്നത്. 10ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ മോശയും അഹ്റോനും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹ്റോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. ഇവിടെ വിചിത്രമായൊരു സംഭവം നാം കാണും. ബാധകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം വിവിധ ജീവിവർഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതായി കാണാവുന്നതാണ്. അതായത് മിസ്രൈമിലെ ദേവന്മാർ ജന്തുക്കളോ പക്ഷികളോ പ്രാണികളോ ഒക്കെ ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാധകളെല്ലാം അവർക്കെതിരെയുള്ള ന്യായവിധികൾ ആയിരുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, റോമർ 1:22-23, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മിസ്രൈമ്യർ എന്തിൻ്റെയും രൂപമുണ്ടാക്കുവാൻ മിടുക്കരായിരുന്നു. അവർ ഒരു ആശയം ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ രൂപം അഥവാ വിഗ്രഹം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രവൃത്തികളെയും പ്രതിനിധാനം ചെയ്യുന്ന ദേവന്മാർ അവർക്കുണ്ടായിരുന്നു. അവർ ഏകദൈവ വിശ്വാസത്തെ ബഹുദൈവ വിശ്വാസമാക്കി മാറ്റി. ആദിയും അന്തവും ഇല്ലാത്തവനും സ്വയം അസ്തിത്വമുള്ളവനും നിത്യനും സർവശക്തനുമായ ഏകദൈവത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ ദൈവം മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ കഴിയാത്ത വിധം വലിയവനും ശക്തനും ആയിരുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. അതിനാൽ അവൻ ഈ ലോകത്തിൻ്റെ നടത്തിപ്പും ഭരണവും നിരവധി ദേവന്മാരുടെയും നല്ലതും ചീത്തയുമായ ആത്മാക്കളുടെയും കരങ്ങളിൽ ഏൽപ്പിച്ചു എന്നാണ് മിസ്രൈമ്യർ വിശ്വസിച്ചിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ അഥേനയിൽ ചെന്നപ്പോൾ കണ്ടത് ഇതുതന്നെയാണ്. അന്ന് പൗലോസ് പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഒരു മനുഷ്യൻ ഇപ്രകാരം അനവധി ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ അവന് ജീവനുള്ള സത്യദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് താൻ ആരാണെന്ന് കാണിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ മിസ്രൈമിലെ ദേവന്മാരോട് പൊരുതിയത്. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അഹ്റോൻ്റെ വടിയുടെ അതിശയം മിസ്രൈമിലെ മന്ത്രവാദികളും അനുകരിച്ചു. അവൻ ഏതു വിധത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്താലും അതൊരു വലിയ കാഴ്ചയായിരുന്നു. ഇത് നമുക്ക് വിശ്വസിക്കാവുന്നതത്രേ. ഇതിനെക്കുറിച്ച് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. ഈ മന്ത്രവാദികൾ ജീവനുള്ള സത്യദൈവത്തോട് എതിർത്ത് നിന്നു. മോശ ചെയ്തതുപോലെ തന്നെ മിസ്രൈമിലെ മന്ത്രവാദികളും ചെയ്തെങ്കിൽ പിന്നെ മോശയുടെ മഹത്വം വാസ്തവത്തിൽ എന്താണെന്നുള്ള ചോദ്യം ഉയർന്നു കേൾക്കാറുണ്ട്. ശരിയാണ്, മോശ ചെയ്തതുപോലെ ആ മന്ത്രവാദികളും ചെയ്തു. എന്നാൽ അതുകൊണ്ട് മാത്രം അവർക്ക് മോശയുമായി എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയും വ്യാജ ദൈവങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ പകലും രാവും പോലെ വ്യത്യാസമുണ്ടെന്ന് പിന്നീട് വെളിപ്പെടുന്നുണ്ട്. അതുപോലെ
യഹോവയുടെ ദാസനായ മോശയും മിസ്രൈമിലെ മന്ത്രവാദികളും തമ്മിലുള്ള അന്തരം അധികം താമസിയാതെ വ്യക്തമാകുന്നുണ്ട്. ഇന്ന് ദൈവനാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവമക്കളാകുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആത്മാക്കളെ ഉപയോഗിച്ച് അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരുന്ന റഫായേൽ ഗാസൻ എന്ന വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ചലഞ്ചിങ് കൗണ്ടർഫീറ്റ് എന്നാണ്. ചലഞ്ചിങ് കൗണ്ടർഫീറ്റ്. അതിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: സാത്താൻ്റെ ശക്തിയാൽ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന അനേകം ആധ്യാത്മികവാദികൾ ഇന്നുണ്ട്. ഞാനും ഈ പറഞ്ഞ ശക്തി ഉപയോഗിച്ച് പല രോഗശാന്തി സ്ഥലങ്ങളിലും രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്ന്. ഇത് ഒരനുഭവസ്ഥൻ പറഞ്ഞതാണ്. നിങ്ങളും നിങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടവും അങ്ങനെ അല്ല ചെയ്യുന്നത് എന്ന് നിങ്ങൾ വാദിച്ചേക്കാം. എന്നാലും സ്വാർത്ഥ ലക്ഷ്യങ്ങളോടും സ്ഥാപിത താൽപ്പര്യങ്ങളോടും നിങ്ങൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾ അറിയാതെ തന്നെ സാത്താൻ നിങ്ങളെ ഉപയോഗിക്കുകയാകുന്നു എന്ന മുന്നറിയിപ്പ് ഞാൻ നൽകട്ടെ. മിസ്രൈമിലെ ദേവന്മാരുടെ നേരെ ദൈവം ന്യായവിധി അയക്കുന്നു. പല രൂപത്തിൽ അവർ ആരാധിച്ചിരുന്നതെല്ലാം സാത്താനെ തന്നെയായിരുന്നു. ഇഴജന്തുക്കളെയും പക്ഷികളെയും പ്രാണികളെയും എല്ലാം അവർ ആരാധിച്ചു. എങ്ങനെയെങ്കിലും വിശുദ്ധനായ സത്യദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റണമെന്ന് മാത്രമേ പിശാചിന് ചിന്തയുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് താൽക്കാലിക സംതൃപ്തിയും സൗകര്യവും നൽകുന്ന ദൈവങ്ങളെ നൽകി പിശാച് അവനെ വഞ്ചിക്കുന്നു. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത്: അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോൻ്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് ഫറവോനെ ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായില്ല. ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കുകയും തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് മുൻപോട്ട് പോവുകയുമാണ് ചെയ്തത്. ഫറവോൻ്റെ ഹൃദയത്തിലുള്ളത് അതുപോലെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവം മുൻപാകെ ഒന്നും മൂടി വെക്കുവാൻ ഫറവോന് കഴിഞ്ഞില്ല. അവൻ ചെയ്യുവാനിരുന്ന പരിപാടി അതേപടി ചെയ്യുവാൻ ഫറവോനെ ദൈവം നിർബന്ധിച്ചു. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രൈമിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ നീലനദിയിലെ അല്ലെങ്കിൽ നൈൽ നദിയിലെ വെള്ളം രക്തമാക്കുന്നതാണ് വിഷയം. മിസ്രൈമിലെ ആരാധനയ്ക്കെതിരെയുള്ള ഒരു പ്രഹരമായിരുന്നു വാസ്തവത്തിൽ ഇത്. പവിത്രമായ നീലനദി രക്തമായി മാറി. മിസ്രൈമ്യർ നീലനദിയെ ഹപ്പി എന്ന ദേവനായി ചിത്രീകരിച്ചിരുന്നു. വളരെ വിചിത്രമായ ഒരു രൂപം ഈ ദേവന് കൊടുത്തിരുന്നവർ. സ്ത്രീയുടെ മാറുള്ള വളരെ തടിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ കാണിച്ചിരുന്നതിൻ്റെ ഉദ്ദേശം അതിന് ഫലഭൂയിഷ്ടിയുടെയും പോഷകങ്ങളുടെയും ശക്തി ഉണ്ടെന്നാണ്. ആയതിനാൽ അവർ ആ നദിയെ ആരാധിച്ചു പോന്നു. ഒരർത്ഥത്തിൽ മിസ്രൈമിൻ്റെ ജീവരക്തമായിരുന്നു ഈ പറയുന്ന നൈൽ നദി. എന്നാൽ അത് അങ്ങനെ ആയിരിക്കണമെങ്കിൽ നദിയിൽ മാലിന്യമില്ലാത്ത ജലമുണ്ടായിരിക്കണം. എന്നാൽ ഇപ്പോൾ നദി രക്തമായി തീരുകയും അവർക്ക് മരണകാരണമാകുകയും ചെയ്യുന്നു. മിസ്രൈമ്യർക്ക് അനുഗ്രഹമായിരുന്നത് ഇപ്പോൾ ശാപമായിരിക്കുന്നു. അഴുക്ക് കളയുവാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം മുഴുവൻ അഴുക്കായിരിക്കുന്നു. ഇപ്പോൾ അത് നാറുന്നു. അതാണ് ദൈവത്തിൻ്റെ ന്യായവിധി. തങ്ങളുടെ സൗകര്യത്തിനും സങ്കല്പത്തിനും അനുസരിച്ചുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് സംഭവിക്കുന്ന പരാജയം അത്രേ ഇവിടെ ഇത് കാണുന്നത്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഈ പറയുന്ന ബാധ 7 ദിവസത്തേക്ക് നീണ്ടു നിന്നു എന്ന് നാം വായിക്കുന്നു. മിസ്രൈമിലെ മന്ത്രവാദികളും അങ്ങനെ ചെയ്തതിനാൽ ഈ ബാധ ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുവാൻ ഫറവോന് കഴിഞ്ഞില്ല. ഇത് ആശ്ചര്യകരമായൊരു സംഗതി തന്നെയാണ്. ഇത് തീർച്ചയായും സാത്താൻ്റെ ശക്തിയുടെ ഒരു പ്രകടനമായിരുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങൾ സാത്താൻ്റെ ശക്തിയാൽ നടക്കുന്നുണ്ട്. ഇത് വിവേചിച്ച് അറിയുവാനുള്ള കഴിവ് ദൈവമക്കളായിരിക്കുന്ന നമുക്കുണ്ടായിരിക്കണം. യേശു കർത്താവിനെ ദൈവമായി അംഗീകരിച്ച് ദൈവഹിതപ്രകാരമുള്ള വിശുദ്ധ ജീവിതം നയിക്കാത്ത ഏതൊരു വ്യക്തിയും ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി, അത് എന്തുമായിക്കൊള്ളട്ടെ, അത് സാത്താൻ്റെ ശക്തിയാലാകുന്നു എന്ന് ഞാൻ ഉറപ്പായി പറയാം. സാത്താൻ നല്ല ഉദ്ദേശത്തോടെ ഒരിക്കലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറില്ല.
ഇവിടെ രക്തത്തെ ശുദ്ധജലമാക്കി മാറ്റുവാൻ മന്ത്രവാദികൾക്ക് ശക്തിയില്ലാതെ പോയി. എന്നാൽ രക്തത്തെ മലിനപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവത്തെ നിഷേധിച്ചിട്ടായാലും താൽക്കാലിക നേട്ടം മതി എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും മനം തിരിയാൻ മനസ്സില്ലാത്തവരും ഒടുവിൽ അനിവാര്യമായ ദൈവിക ന്യായവിധി നേരിടേണ്ടി വരും. പ്രിയ സുഹൃത്തെ, ദൈവത്തെ അറിയുവാനും ദൈവവഴികളിലേക്ക് മടങ്ങാനും അവൻ നൽകുന്ന അവസരങ്ങളെ നിങ്ങൾ ലാഘവത്തോടെയാണോ കാണുന്നത്? അതോ മനം തിരിഞ്ഞ് അവനിൽ ആശ്രയിക്കുന്നുണ്ടോ? നമ്മളതിന് മറുപടി കൊടുത്തേ മതിയാകൂ. ദൈവം നിങ്ങളെ ശരിയായ മറുപടി നൽകുവാൻ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ പരമാധികാരവും വിശുദ്ധിയും വിവിധ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടും മാനസാന്തരപ്പെടാത്ത മനുഷ്യരുടെ ഹൃദയങ്ങൾ കൂടുതൽ ഇരുളടയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ ശബ്ദത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ മനുഷ്യഹൃദയം കൂടുതൽ കഠിനമാകുന്നു. അതിൻ്റെ ഫലമായി ജീവിതം കൈപ്പേറിയതായി തീരുകയും ഒടുവിൽ സ്വന്തം അവസ്ഥയ്ക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് പോലും മനുഷ്യനെത്തിച്ചേരുകയും ചെയ്യുന്നു.